വൈറ്റ് ഹൗസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിലുണ്ടായ വാദപ്രതിവാദം ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. ഇതിനു മുമ്പ് ഒരു അമേരിക്കൻ പ്രസിഡന്റും തങ്ങളുടെ ഒരു അതിഥിയെയും ഇത്രയധികം ആക്രമിച്ചിട്ടില്ലെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപിന്റെ നിലപാടിൽ സെലൻസ്കിയും പൊട്ടിത്തെറിക്കുകയും ചെയ്തു. യുക്രൈൻ സ്വതന്ത്രമായി വിടുമെന്നും ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തി. ഇനി ചോദ്യം സെലൻസ്കി ഇതിനുശേഷം എവിടേക്ക് പോകും, അദ്ദേഹം എന്തു ചെയ്യും എന്നുള്ളതാണ്. റഷ്യയെ ദുർബലപ്പെടുത്താൻ മുൻ US പ്രസിഡന്റ് ബൈഡൻ യുക്രൈനെ ഒരു കരുവായി ഉപയോഗിച്ചു എന്ന വാദവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ സെലൻസ്കി പുടിനുമായി ഏറ്റുമുട്ടുകയും ചെയ്യും. എന്നാൽ ഡൊണാൾഡ് ട്രംപ് എത്തിയതോടെ എല്ലാം മാറി മറിഞ്ഞു. സെലൻസ്കി പുടിനുമായി ഒരു കരാറിൽ ഏർപ്പെടണമെന്ന് ട്രംപ് ആഗ്രഹിക്കുകയും ചെയ്തു. അദ്ദേഹം അങ്ങനെ ചെയ്തില്ലെങ്കിൽ അമേരിക്കയുടെ സഹായം അവസാനിപ്പിച്ചേക്കും. ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യം യുക്രൈന് എന്ത് സംഭവിക്കുമെന്നതാണ്. വൈറ്റ് ഹൗസിൽ ട്രംപും സെലൻസ്കിയും വാദിക്കുമ്പോൾ US യുക്രൈൻ അംബാസിഡർ ഒക്സാന മാർക്കോവറ അങ്ങേയറ്റം പിരിമുറുക്കത്തിലായിരിക്കുകയാണ്. ഓവൽ ഓഫീസിൽ നെറ്റിയിലും മുഖത്തും കൈവച്ചാണ് യുക്രൈനിയൻ അംബാസിഡർ പ്രത്യക്ഷപ്പെട്ടത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിലയേറിയ ധാതുക്കളുടെ കാര്യത്തിൽ ഒരു കരാറിലെത്താൻ സെലൻസ്കി US സന്ദർശിച്ചു. എന്നാൽ ഈ കരാർ ഇപ്പോൾ പാഴായിരിക്കുകയാണ്. ചൂടേറിയ വാഗ്വാദത്തിന് ശേഷം സെലൻസ്കിയും ട്രംപും വ്യത്യസ്ത മുറികളിലേക്ക് പോയതായി ഒരു വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം ട്രംപ് യുക്രൈനിയൻ ജനതയോട് പോകാൻ ആവശ്യപ്പെട്ടു. യുക്രൈനിയൻ പ്രതിനിധി സംഘം പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചർച്ച തുടരാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുകയും ചെയ്തു. പക്ഷേ അവർ നിരസിക്കപ്പെട്ടു. നിശ്ചയിച്ചിരിക്കുന്ന സംയുക്ത പത്രസമ്മേളനം റദ്ദാക്കി. US ധാതു സമ്പത്ത് കരാറിൽ ഒപ്പുവെക്കാതെ സെലൻസ്കി തന്റെ കറുത്ത SUV പോവുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് തോറ്റതിനു ശേഷമാണ് സെലൻസ്കി അമേരിക്ക വിട്ടത്. ഈ കാഴ്ചയ്ക്ക് ശേഷം റഷ്യ വളരെയധികം ഇപ്പോൾ സന്തുഷ്ടരാണ്. കാരണം ഇതിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് റഷ്യക്കാണ്. ഈ വിഷയത്തിൽ കീവ് തന്റെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചാൽ മാത്രമേ ചർച്ചകളിൽ താല്പര്യമുള്ളൂ എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു. വലിയ കാര്യം ഇതിൽ റഷ്യയുടെ അധിനിവേശം 4 മുഴുവൻ യുക്രൈനിയൻ പ്രദേശങ്ങളിലേക്കും വ്യാപിക്കും എന്നത് ഉൾപ്പെടെയുണ്ട്. അപ്പോൾ പുടിന് ലാഭമായിരിക്കുന്നു. ട്രംപിന്റെ തിരിച്ചുവരവ് അദ്ദേഹത്തിന്റെ ദൗത്യത്തിന് പുതിയ ആക്കം നൽകിയിട്ടുണ്ട്. ശേഷിക്കുന്ന ജോലികൾ സെലൻസ്കി തന്നെ പൂർത്തിയാക്കുകയും ചെയ്യും. സെലൻസ്കിക്ക് അതേസമയം നാറ്റോയുടെ ഉപദേശവും വന്നു. ട്രംപുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗം കണ്ടെത്തണമെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടോ യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയെ ഉപദേശിച്ചു. വൈറ്റ് ഹൗസിൽ ട്രംപും സെലൻസ്കിയും തമ്മിൽ അടുത്തിടെ നടന്ന ചൂടേറിയ വാഗ്വാദത്തിന് ശേഷമാണ് റൂട്ടെ ഈ അഭിപ്രായം പറയുന്നത്. ട്രംപുമായും US ഭരണകൂടവുമായുള്ള ബന്ധം വീണ്ടും ശക്തിപ്പെടുത്തുന്നതിന് സെലൻസ്കി ഒരു വഴി കണ്ടെത്തണമെന്ന് താൻ സെലൻസ്കിയോട് വ്യക്തമായി പറഞ്ഞതായി BBSയോട് അദ്ദേഹം പറയുകയും ചെയ്തു. യുക്രൈനിയൻ ശാശ്വത സമാധാനം കൊണ്ടുവരാൻ വേണ്ടി അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് മാർക്ക് റൂട്ട് പറഞ്ഞു. എന്നാൽ ഇതുമായി നാം എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് അത്യാവശ്യമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പ്രസിഡന്റ് സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റുമായും മുതിർന്ന അമേരിക്കൻ നേതൃത്വവുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കേണ്ടത് വളരെ പ്രധാനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ട്രംപിന്റെ ദേഷ്യം പിടിപ്പിച്ച സെലൻസ്കി എന്താണ് പറഞ്ഞതെന്നും അദ്ദേഹം ചോദിച്ചു.